ഹായ് ഓൾ നമസ്കാരം. നമ്മുടെ സംസ്ഥാനങ്ങളുടെയും അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെയും ഫിനാൻഷ്യൽ റിലേഷൻ എന്ന് പറയുന്നത് എല്ലാ സമയത്തും ഒരു സംവാദത്തിൽ കൊണ്ടുവരേണ്ട അല്ലെങ്കിൽ സംവാദത്തിൽ വാദങ്ങളും പ്രതിവാദങ്ങളുമായി സംസാരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് കേരളത്തിൻ്റെയും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ടുള്ള ഫിനാൻഷ്യൽ റിലേഷനും. ഈ അടുത്തിടയ്ക്കായിട്ട് കേരളം സുപ്രീം കോടതിയിൽ ഒരു ഹർജി സമർപ്പിക്കുകയുണ്ടായി. കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ മാറ്റം വരുത്തണമെന്നുള്ളത്. അതിന് കൃത്യമായ മറുപടി സെൻട്രൽ ഗവൺമെൻറ് നൽകുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി വീണ്ടും ഇതിനെപ്പറ്റി ചർച്ച നടത്താൻ വേണ്ടിയും കൃത്യമായി ഒരു വിധി പ്രസ്താവിക്കാൻ വേണ്ടിയിട്ടും ആ ഒരു കാര്യം ഭരണഘടനാ ബെഞ്ചിലേക്ക് സുപ്രീം കോടതി മാറ്റിയിരിക്കുകയാണ്. ഇത് രണ്ട് ഭാഗത്തിൻ്റെയും വിജയമാണെന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള വാർത്തകളും ഇരു വിഭാഗങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തൊക്കെ വാദപ്രതിവാദങ്ങൾ ഉന്നയിച്ചാലും കേരളത്തിൻ്റെ സാമ്പത്തിക നില എന്ന് പറയുന്നത് വളരെ മോശം സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാസങ്ങൾക്ക് മുമ്പ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം കുറച്ച് ദിവസങ്ങൾ വൈകിയതും ക്ഷേമ പെൻഷനുകൾ മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്നതും അതുപോലെ തന്നെ പലതരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികളും കരാറുകാർക്ക് പലപ്പോഴും പണം താമസിക്കുന്നതും എന്നൊക്കെ നമുക്ക് പറയാനായി സാധിക്കും. എന്തുകൊണ്ടായിരിക്കും കേരളം ഈ ഒരു സാമ്പത്തിക നിലയിലേക്ക് എത്തിയത്? സെൻട്രൽ ഗവൺമെൻറ് അവരുടെ ടാക്സിൻ്റെ വിഹിതം കൊടുക്കാത്തത് കൊണ്ടാണോ, അതോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണോ? കേന്ദ്രത്തിൽ നിന്ന് പണം ലഭിക്കുന്നില്ല, അത് ഒരു വാദമായി തന്നെ അവിടെ നിൽക്കട്ടെ. ബാക്കി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ ഒരു കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതിനെ പറ്റി നമുക്കൊന്ന് നോക്കണ്ടേ. പലരും ചർച്ച ചെയ്യാത്ത ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണിത്. നമുക്ക് സംസാരിക്കാം. ഞാൻ വിവേക്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ പറയാം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഫെഡറലിസം എന്ന ആശയം മുന്നോട്ട് വെക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോഴൊരു ചോദ്യം ഉയരാം, എന്താണ് ഫെഡറലിസം? അതായത് രണ്ടോ മൂന്നോ ഭരണ സംവിധാനങ്ങൾ ഒരു രാജ്യത്തിനകത്തുണ്ടാവും. അവർക്ക് അവരുടേതായ ഭരണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഒരു ഫെഡറലിസം എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ സെൻട്രൽ ഗവൺമെൻറ്റും ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഉണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും അവരുടേതായ ഭരണ സ്വാതന്ത്ര്യമുണ്ട്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് കൈകാര്യം ചെയ്യേണ്ട ചില വിഷയങ്ങളുമുണ്ട്. അതിലധിഷ്ഠിതമായാണ് ഇന്ത്യ എന്ന രാജ്യവും ഇവിടുത്തെ സംസ്ഥാനങ്ങളും പ്രവർത്തിക്കുന്നത്. അതായത് കേന്ദ്രം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ പരിധി എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറികളുമാണ്. പക്ഷേ ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ് പരിധി എന്ന് പറയുന്നത് ആ സംസ്ഥാനം മാത്രമാണ്. ഓരോ സംസ്ഥാനത്തിൻ്റെയും ദൈനംദിനമായിട്ടുള്ള ആവശ്യങ്ങൾ നടത്തേണ്ടതും അവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളങ്ങൾ, അതുപോലെ തന്നെ ക്ഷേമ പെൻഷനുകൾ, അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് കൊണ്ടുവരുന്ന ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ്, ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ് ഭാഗമായിട്ടും ഇത്തരം പെൻഷനുകളിലും അതുപോലെ തന്നെ മറ്റ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകളിലും കോൺട്രിബ്യൂഷൻസുകൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും ഇത്തരം പണത്തിൻ്റെ വരവും അതുപോലെ തന്നെ ചെലവുകളും കൃത്യമായി വ്യക്തമാക്കുന്ന ഒരു സെഷനാണ് ബജറ്റ് എന്ന് പറയുന്നത്. ബജറ്റിനെ നമുക്ക് ഒരു സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്കൊരു വീടിൻ്റെ കാര്യം എടുക്കാം. ഒരു വീട്ടിൽ ഇപ്പോൾ 4 പേരുണ്ടെങ്കിൽ അതിൽ 2 പേർക്ക് വരുമാനം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ആ കുടുംബത്തിന് നിരവധിയായിട്ടുള്ള ചെലവുകളും ഉണ്ടായിരിക്കും. എല്ലാ സമയവും വരവിനനുസരിച്ചായിരിക്കും ആ ഒരു കുടുംബം കൃത്യമായി ചെലവഴിക്കുന്നത്. അതായത് വരവിൽ കവിഞ്ഞുള്ള ചിലവുകൾ നടത്താറില്ല എന്നുള്ളത് പറയാം. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ അധികം ചിലവുകൾ ഉണ്ടായേക്കാം. ആ ഒരു സമയത്താണ് ഒരു കുടുംബത്തിന് ചിലപ്പോൾ കടമൊക്കെ മേടിക്കേണ്ടി വരുന്നത്. ഇതേ സന്ദർഭം തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ് ആയിക്കോട്ടെ അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ആയിക്കോട്ടെ അവരുടെ ബഡ്ജറ്റിൻ്റെ കാര്യത്തിലും വരുന്നത്. അതായത് ബജറ്റിൻ്റെ ഭാഗമായി ഗവൺമെൻറ്റിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ടാക്സ്, അതുപോലെ തന്നെ യൂസർ ഫീകൾ, അല്ലെങ്കിൽ ഗവൺമെൻറ് അധീനതയിലുള്ള കമ്പനികൾ, ഇവയുടെ ഭാഗമായിട്ടെല്ലാം വരുന്ന പണം തന്നെയാണ്. ഇതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെയോ ചിലവിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു സമയത്ത് ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തിനേക്കാൾ ഇത്തരം ചിലവുകൾ കൂടുതലായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത്തരം ഗവൺമെൻറ്റുകൾ കടം വാങ്ങേണ്ടി വരും. ഇത് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിലായിക്കോട്ടെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലായിക്കോട്ടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ ടാക്സിൻ്റെ വരുമാനത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിഹിതം ലഭിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. അതുപോലെ തന്നെ ദൈനംദിന ചെലവുകൾ ഏറ്റവും കൂടുതലുള്ളത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുമാണ്. സെൻട്രൽ ഗവൺമെൻറ് ഡിഫൻസ് അതുപോലെ തന്നെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വേണ്ടി പണം ചിലവാക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ദൈനംദിന കാര്യം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് വിഹിതം കുറച്ച് വലുത് എന്ന് തന്നെ നമുക്ക് പറയാനായി സാധിക്കും. പക്ഷേ പലപ്പോഴും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സാമ്പത്തിക അടിത്തറ ഇല്ലെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റുകൾ പല ഗ്രാൻസ് കൊടുത്തും സഹായിക്കാറുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി സംസ്ഥാന സർക്കാരുകൾക്ക് എന്തുകൊണ്ട് ഇത്തരം ദൈനംദിനമായിട്ടുള്ള ആവശ്യങ്ങൾ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചേഴ്സ് കൂടുന്നു എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് വിദ്യാഭ്യാസ മേഖല അതുപോലെ തന്നെ ആരോഗ്യ മേഖല. നമുക്ക്
നമുക്ക് കേരളത്തിൻ്റെ കണക്കുകൾ തന്നെ പരിശോധിക്കാം. കേരളത്തിലെ പ്രൈമറി സ്കൂളുകൾ എടുക്കുകയാണെങ്കിൽ 1980-81 കാലഘട്ടത്തിൽ കേരളത്തിലെ പ്രൈമറി സ്കൂളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 9605 ആയിരുന്നു. പക്ഷേ 2022-23 കാലഘട്ടത്തിൽ ഇതിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 9834 അതുപോലെ തന്നെ ഹൈസ്കൂളുകളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ 1980-81 കാലഘട്ടത്തിൽ ഹൈസ്കൂളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 1975 ആയിരുന്നു. അത് 2022-23 ആയപ്പോഴത്തേക്കും ഏകദേശം 3125 ഉയർത്താനായിട്ട് ഇവിടെ ഭരിച്ചിരുന്ന ഗവൺമെൻറ്റുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖല എടുക്കുകയാണെങ്കിൽ 1980-81 കാലഘട്ടത്തിൽ കേരളത്തിലെ ആശുപത്രികളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 746 ആയിരുന്നു. പക്ഷേ 2022-23 കാലഘട്ടത്തിൽ ഏകദേശം 1476 ഹോസ്പിറ്റലുകളായി ഉയർത്താനായി സാധിച്ചിട്ടുണ്ട്. ഇതിനർത്ഥം എന്ന് പറയുന്നത് ഈ മേഖലകളിലെല്ലാം സംസ്ഥാന സർക്കാർ കൃത്യമായി ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരുന്നു എന്നുള്ളതാണ്. അതായത് കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് താരതമ്യേന കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റു സംസ്ഥാനങ്ങളെയെല്ലാം അപേക്ഷിച്ച് പല സംസ്ഥാനങ്ങളിലും ജനസംഖ്യ ക്രമാതീതമായി ഉയരുമ്പോഴും കൃത്യമായി ഫാമിലി പ്ലാനിംഗ് നടപ്പിലാക്കി ഈ ഒരു ജനസംഖ്യയെ നിയന്ത്രിച്ചു കൊണ്ടുവരാനായിട്ട് കേരളത്തിന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൃത്യമായി എല്ലാവർക്കും വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയും മെച്ചപ്പെടുത്താനായി കൃത്യമായി ചിലവുകൾ നടത്തി ജനങ്ങൾക്ക് വേണ്ടി ഓരോ സംവിധാനങ്ങൾ കൊണ്ടുവരാനും ഇതുവരെ ഇവിടെ ഭരിച്ച ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. 2016 കാലത്ത് കേരളത്തിൻ്റെ കടം എന്ന് പറയുന്നത് ഏകദേശം 1,86,453.86 കോടി രൂപയാണ്. 2020-21 കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അത് 3,35,641 കോടിയായി ഉയരുകയാണ് ചെയ്യുന്നത്. അതായത് 2015-16 കാലയളവിനേക്കാൾ ഏകദേശം 80% കടത്തിൻ്റെ കാര്യത്തിൽ ഉയർച്ചയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതായത് കേരളം വലിയൊരു കടത്തിലേക്ക് എത്തപ്പെടുകയാണ്. കേരളത്തിൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ 2015-16 മുതൽ 2020-21 വരെ ഓരോ വർഷവും വർദ്ധിച്ചിരിക്കുന്നത് ഏകദേശം 10% മുതൽ 18% വരെയാണ് കടം. ഇനി ഇത്തരം കടം കൂടിപ്പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നില തന്നെ അവതാളത്തിലാവുന്നതിന് കാരണമാകും. ഇതിൻ്റെ ഭാഗമായി നമ്മൾ ജനങ്ങൾക്കും കൃത്യമായ ഒരു എക്കണോമിക് ക്രൈസിസിലേക്ക് പോകും എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഇത്തരം കടങ്ങൾ കൂടുന്നതിൻ്റെ പരിണിത ഫലം നമ്മൾ ജനങ്ങൾ തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിനെ കുറിച്ച്. ദൈനംദിനം ഗവൺമെൻറ് കൃത്യമായി ഓരോ മാസം അല്ലെങ്കിൽ ഓരോ വർഷവും നൽകേണ്ട തുകയെക്കുറിച്ച്. ഈ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ജീവനക്കാർക്ക് ലഭിക്കുന്ന ശമ്പളവും അതുപോലെ തന്നെ പെൻഷനും അതോടൊപ്പം തന്നെ നമ്മൾ കേരളം ഇതുവരെ എടുത്തിരിക്കുന്ന ലോണിൻ്റെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റുമാണ്. കേരളത്തിൻ്റെ ആകെ വരുമാനം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 81% കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിലേക്കാണ് പോകുന്നത്. അതായത് ബാക്കി വെറും 19% മാത്രമാണ് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള പണം കയ്യിലുള്ളത് എന്ന് തന്നെ പറയാം. ഈ ഒരു 19% വരുമാനം കൊണ്ട് കേരളത്തിലെ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകൾ കൃത്യമായി നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ ഗവൺമെൻറ് കൂടുതലായി കടമെടുക്കേണ്ടി വരും. ഇന്ത്യയുടെ FRBM ആക്ടിൻ്റെയും അതുപോലെ തന്നെ 15ാം ഫിനാൻസ് കമ്മീഷൻ്റെയും നിർദ്ദേശപ്രകാരം ഓരോ സംസ്ഥാനങ്ങളിലും ആ സംസ്ഥാനത്തിൻ്റെ GSDPയുടെ വെറും 3% മാത്രമാണ് കടമെടുക്കാൻ അനുവാദമുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ GSDPയുടെ 3%-ൽ കൂടുതൽ കടമെടുക്കാനായി ഓരോ സംസ്ഥാനങ്ങൾക്കും സാധിക്കില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 3%-ൽ കൂടുതൽ കടമെടുത്തെങ്കിൽ മാത്രമേ കൃത്യമായി ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുകയുള്ളൂ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഗവൺമെൻറ് ഈ ഒരു ബജറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു ഗവൺമെൻറ് പുറമെയായി പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കുകയാണ്, കിഫ്ബി. അതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് കടമെടുപ്പ് തുടരുന്നു. അവിടുന്ന് കൃത്യമായി ധനസമാഹരണം നടത്തിയ ശേഷം ഗവൺമെൻറ് പ്രോജക്റ്റുകളിലേക്ക് കൊണ്ടുവരികയാണ്, ഇവിടുത്തെ ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസ് നടത്തുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കിഫ്ബിയിലേക്ക് നടത്തിയ ധനസമാഹരണത്തിന് ഓരോ വർഷവും നമ്മൾ കൃത്യമായി 9% പലിശയാണ് തിരികെ നൽകേണ്ടത്. ഈ തിരികെ നൽകേണ്ട ഉത്തരവാദിത്വവും ഗവൺമെൻറ് കയ്യിൽ തന്നെയാണ്. പക്ഷേ കേരളത്തിൻ്റെ ഇപ്പോൾ ഈ പെട്ടെന്നുണ്ടായ പ്രതിസന്ധിക്ക് കാരണം മറ്റൊന്നാണ്. അതായത് കുറച്ചു കാലം മുമ്പ് വരെ ഇത്തരത്തിൽ ബഡ്ജറ്റിൻ്റെ ഭാഗമാകാതെ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി കടമെടുക്കുന്നതിനെ ഒരിക്കലും ബജറ്റിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഗവൺമെൻറ് ഭാഗമായി കൊണ്ടുവന്നിരുന്നില്ല. പക്ഷേ 2 വർഷങ്ങൾക്ക് മുമ്പ് കേന്ദ്ര ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ഓഫ് ബജറ്റ് ബോറോവിങ്ങിനെ ബജറ്റിൻ്റെ ഭാഗമായി കൊണ്ടുവന്നിരിക്കുന്നു. അതിനർത്ഥം എന്ന് പറയുന്നത് ബജറ്റിൽ കൂടെയുള്ള കടമെടുപ്പായാലും
പുറമേ നിന്നുള്ള കടമെടുപ്പായാലും GSDPയുടെ വെറും 3% മാത്രമേ ഗവൺമെൻറ്റുകൾക്ക് കടമെടുക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഈ ഒരു തീരുമാനമാണ് കേരളത്തിനെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാനായി സാധിക്കുന്നതാണ്. ഇനി സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നുള്ള ടാക്സ് വരുമാനം വളരെ കുറവാണ് എന്നൊരു കാര്യം പറഞ്ഞാലും 15ാമത്തെ ഫിനാൻസ് കമ്മീഷൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഈ ഒരു രീതിയിലുള്ള ടാക്സിൻ്റെ വിഭജനം അല്ലെങ്കിൽ ടാക്സിൻ്റെ വിഹിതം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുക. അതിൽ കൃത്യമായി ഓരോ മാനദണ്ഡങ്ങളുണ്ട്. പോപ്പുലേഷൻ, അതുപോലെ തന്നെ ഭരണ സംവിധാനം, അങ്ങനെ നിരവധിയായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും ടാക്സിൻ്റെ വിഹിതം നൽകുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിന് ഈ ഒരു വിഹിതത്തിൻ്റെ കാര്യത്തിൽ തഴയാനായി സാധിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഈ ഒരു ഓഫ് ബഡ്ജറ്റ് ബോറോവിനിങ് ബഡ്ജറ്റിൻ്റെ ഭാഗമാക്കുക എന്ന തീരുമാനം മാത്രമല്ല, GST നടപ്പിലാക്കിയതും കേരളത്തിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. കൃത്യസമയത്ത് GST ശരിയായ രീതിയിൽ നടപ്പിലാക്കാൻ കേരളത്തിന് സാധിച്ചില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കോവിഡ് എന്ന് പറയുന്ന അസുഖവും നമ്മുടെ കേരളത്തിനെ വല്ലാതെ അലട്ടിയിട്ടുണ്ട്. ഈ ഒരു വലിയ ഫിനാൻഷ്യൽ ക്രൈസിസിൽ നിന്നും ഗവൺമെൻറ്റിന് 2 തരത്തിൽ രക്ഷപ്പെടാനായി സാധിക്കും. ഒന്ന്, സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അത് ചിലപ്പോൾ ടാക്സ് വരുമാനമാകാം. ഏറ്റവും കൂടുതൽ ടാക്സ് വരുമാനത്തിനാണ് അതിന് സാധ്യതയുള്ളത്. അതായത് പുതിയ പുതിയ കമ്പനികളെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ അവരെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത് കൃത്യമായിട്ടുള്ള ടാക്സ് വരുമാനം കേരളത്തിൻ്റെ ഖജനാവിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇത് കൂടാതെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് നിരവധി പേർക്ക് തൊഴിൽ ലഭിക്കുകയും ചെയ്യും. അങ്ങനെ കേരളത്തിൻ്റെ GSDP കൂട്ടി കേരളത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഈ വലിയൊരു കടക്കണിയിൽ നിന്നും കേരളത്തിന് രക്ഷപ്പെടാൻ സാധിക്കും. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ജനങ്ങളാണ്. ജനങ്ങളിൽ നിന്നും കളക്ട് ചെയ്യുന്ന ടാക്സ് വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ബജറ്റിൻ്റെ ഭാഗമായി കണ്ടതാണ്. കെട്ടിട നികുതി, അതുപോലെ തന്നെ ഭൂനികുതി, ഇവയുടെ എല്ലാം വർധന. ഈ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിൽ നിന്നും ഗവൺമെൻറ്റിന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ ഒരു നികുതികളുടെ എല്ലാം വർധനവും വന്നിട്ടുള്ളത്. ഇതിൽ കൃത്യമായ തീരുമാനം കൈക്കൊള്ളേണ്ടത് ഗവൺമെൻറ്റുകളാണ്. നമ്മുടെ നാട്ടിൽ പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ടെങ്കിലും വലിയ വലിയ കമ്പനികളെ കേരളത്തിലേക്ക് ആകർഷിച്ച് കൃത്യമായി അവരെ ഇവിടെ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം നൽകി അതിൽ നിന്നും വരുമാനം കേരളത്തിൻ്റെ ഖജനാവിലേക്ക് എത്തിക്കണോ, അതോ തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയച്ച ജനങ്ങളെ തന്നെ പിഴിഞ്ഞ് വീണ്ടും പണം സമ്പാദിക്കണോ എന്നുള്ളത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു ഓൾ.